BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. PSC പരീക്ഷാക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലെത്തിയത് 90ഓളം പരാതികളാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിലും കൂടുതൽ കേസുകളിൽ വരും ദിവസങ്ങളിൽ നടപടിയുണ്ടായേക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ വിവിധ പരീക്ഷകളിലെ അട്ടിമറിയും ക്രമക്കേടും ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാന ഭരണ സർവീസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരഫെഡ്, PRD, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി പരീക്ഷകളിൽ ക്രമക്കേട് നടന്നതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതികളിൽ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് വിശ്വാസം അർപ്പിക്കുന്ന PSC പരീക്ഷയുടെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങളിൽ ഇത്തരം അട്ടിമറികൾ നടക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പരാതികൾ വിശദമായി പരിശോധിച്ച തുടർ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ ചുമതലയുള്ള IG അജിത ബീഗം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ കേസുകളിൽ കൃത്യമായ അന്വേഷണം അനിവാര്യമായതിനാൽ ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ അന്വേഷണ സംഘം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. നിലവിൽ ലഭിച്ചിരിക്കുന്ന മുഴുവൻ പരാതികളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച വിവരശേഖരണം നടത്താനും സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന പരീക്ഷകൾ സംബന്ധിച്ച പരാതികളും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ പഴയ പരീക്ഷകളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുക പ്രായോഗികമല്ലാത്തതിനാൽ ഇത്തരം പരാതികളും ക്ലറിക്കൽ പിഴവുകൾ സംബന്ധിച്ച ചെറിയ പരാതികളും ആദ്യഘട്ടത്തിൽ മാറ്റിവെക്കും. പകരം ആസൂത്രണ ബോർഡ് നിയമനത്തിലേക്ക് പോലെ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ കണ്ടെത്തി കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലാകും അന്വേഷണം പുരോഗമിക്കുക. ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതേസമയം മുൻകാലങ്ങളിൽ PSC പരീക്ഷകളെക്കുറിച്ച് സമാനമായ ക്രമക്കേടുകൾ ഉയർന്നപ്പോൾ കമ്മീഷൻ തന്നെ ആഭ്യന്തര അന്വേഷണം നടത്തി തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് അവസാനിപ്പിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ രേഖകൾ കൃത്യമായി പരിശോധിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. PSC പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഈ അന്വേഷണം നിർണായകമാകും. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെയും നിർദ്ദേശം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.